കോഴിക്കോട് വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ശരണ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ ഇന്നും നാളെയും അടക്കം റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് മാത്രമല്ല, മലബാർ മേഖലയിലെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലടക്കം തന്നെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ മലബാർ മേഖലയിലെ സാഹചര്യം അനുസരിച്ച് ഇടവിട്ട് ആണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെയെല്ലാം തന്നെ കനത്ത മഴയും അതോടൊപ്പം തന്നെ കനത്ത കാറ്റും ഉണ്ടായിരുന്നു. നിരവധിയായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുഴയോരത്ത് താമസിക്കുന്നവരോട് കൂടുതൽ ശ്രദ്ധ വേണമെന്നും പുഴയുടെ ജലനിരപ്പ് വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. പ്രധാനമായും വിലങ്ങാട്, കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖലയിൽ നിന്നും 9 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന നിലയുണ്ടായിരുന്നുണ്ട്. അതുപോലെ തന്നെ വിലങ്ങാട് ബൈക്ക് യാത്രികൻ്റെ മുകളിലേക്ക് ഒരു തെങ്ങ് കടപുഴകി വീണ് അദ്ദേഹം മരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും പുലർത്തി പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കോരാപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിൽ തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാന ജല വകുപ്പാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോരാപ്പുഴയിൽ താമസിക്കുന്നവരോട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും യാതൊരു കാരണവശാലും നദികളിലേക്ക് ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ തന്നെ പുലർത്തി പോകണമെന്നും ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ശരി, ശരണ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.